പാപ്പാക്കല്ല റഹ്മാനെ. റബ്ബേ ഞങ്ങൾ പാപികളാണ്, ഞങ്ങൾ ദോഷികളാണ്, 24 മണിക്കൂറും ദോഷം ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. റബ്ബേ ഞങ്ങൾക്ക് നീ പുറത്ത് മാഫാക്കി തരണം റഹ്മാനെ. ചെറുതും വലുതുമായ എല്ലാ ദോഷങ്ങൾ നീ പുറത്ത് മാഫാക്കി തരണം റഹ്മാനെ. റബ്ബേ മുസ്ലിമായി ജനിച്ച് മുസ്ലിമായി തന്നെ നീ മരിപ്പിക്കണം റഹ്മാനെ. മുസ്ലിമായി ജനിച്ച് കാഫിറാഞ്ഞുങ്ങളാരും മരിപ്പിക്കലോ റഹ്മാനെ. റബ്ബേ മുസ്ലിമായി ജനിച്ച് കാഫിറാഞ്ഞുങ്ങളാരും മരിപ്പിക്കലോ റഹ്മാനെ. റബ്ബേ എല്ലാ വിഷയങ്ങളും എല്ലാ കാര്യങ്ങളും മല പോലെ വരുന്ന മഞ്ഞ് പോലെ നീ ആക്കണം റഹ്മാനെ. റബ്ബേ മല പോലെ വരുന്ന മഞ്ഞ് പോലെ നീ ആക്കണം റഹ്മാനെ. റബ്ബേ ഖൈറും ഷർറും എല്ലാം നിന്റെ വെക്കുന്നതാണ്, ഞങ്ങൾക്ക് നീ ഖൈർ വിധിക്കണം റഹ്മാനെ. ഷർറ് നീ വിധിക്കല്ല റഹ്മാനെ. റബ്ബേ എല്ലാ അംബിയാ മുസ്ലിങ്ങളെ ബർക്കത്ത് കൊണ്ട്, പ്രത്യേകിച്ച് ബദരീങ്ങളെ ബർക്കത്ത് കൊണ്ട് ഈ രാജ്യത്ത് കിടക്കുന്ന എല്ലാ ഉലിയാക്കന്മാരുടെയും സാദാത്തുക്കളെയും സ്വാലിഹീങ്ങളെ ബർക്കത്ത് കൊണ്ടും, പ്രത്യേകിച്ച് ഇവിടെ കിടക്കുന്ന ഉലിയാക്കന്മാർ ബർക്കത്ത് കൊണ്ട്, റബ്ബേ ഈ മാസത്തിന്റെ ബർക്കത്ത് കൊണ്ട്, ഈ രാവിന്റെ ഫضل കൊണ്ട്, റബ്ബേ എന്റെ ബാപ്പാന്റെ ബർക്കത്ത് കൊണ്ട്, മജ്ലിസിന്റെ ബഹുമാനം കൊണ്ട് ഞങ്ങളെല്ലാ ഓരോരുത്തരെയും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ള സഹോദരന്മാരെ, ഇവിടെ നമ്മുടെ ബഹുമാനപ്പെട്ട കൂറാത്തങ്ങൾ മരണപ്പെട്ട പാട് ഇവർ ഖബറു കെട്ടി പൊക്കി അതിനെ നല്ല രീതിയിൽ ഒരു സിയാറത്ത് ചെയ്യുന്ന രീതിയിൽ ഒരുപാട് ആൾക്കാരെ കൂട്ടി അവിടെ പണം വീഴാനും തുടങ്ങുന്ന രീതിയിൽ അങ്ങനെ ചെയ്ത് ഒരുപാട് കറാമത്തുകൾ ഉള്ളതും ഇല്ലാത്തതും എല്ലാം കറാമത്തുകൾ വിളിച്ച് പറയാൻ തുടങ്ങി. അപ്പോൾ ഇവിടെ തുടങ്ങിയത് എന്താണ്? ഇതെല്ലാം കഴിഞ്ഞതിൻ്റെ ശേഷം ഒരു 3-7 ദിവസത്തിൻ്റെ എല്ലാ ദുആകൾ കഴിഞ്ഞതിന് ശേഷം ഒരുപാട് ആൾക്കാരാണ് അവിടെ വന്ന് കൂടിയത്, തടിച്ച് കൂടിയത്. ഓരോ ദിവസത്തിനും വ്യത്യസ്തമായ രൂപത്തിലാക്കാണ് വന്നത്. അവിടുത്തെ ഖബറിനെ കെട്ടിപ്പൊക്കിയതായിരിക്കുന്ന ശൈലി ഓരോ ദിവസത്തിലും ഓരോ പുരോഗമനം, ഓരോ ഇമ്പ്രൂവ്മെൻ്റാണ് അവിടെ ഉണ്ടായത്. അതുകൊണ്ട് അവിടെ ഇപ്പോൾ തുടങ്ങിയത് എന്ന് പറഞ്ഞാൽ സലഫി AP സുന്നി കാളകമാണ്. കാളകം എന്ന് പറഞ്ഞാൽ യുദ്ധമാണ്, അന്തർയുദ്ധം, അവരുടെ ഉള്ളിൽ തന്നെ യുദ്ധമാണ്, വല്ലാത്ത യുദ്ധമാണ്. അതിന് ഒരു പാവപ്പെട്ട ഒരു മുസ്ലിയാറെ നിയമിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന് സംസാരിക്കാനേ കഴിയുന്നില്ല. ഇതിനെ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കാനും കഴിയാത്ത ഒരു അവസ്ഥയിലുള്ള ഒരു ഉസ്താദാണ്. ഉസ്താദിന് ഇൽമും എല്ലാം ഉണ്ടായിരിക്കാം, എങ്കിലും അദ്ദേഹം സലഫികളോട് സംസാരിക്കാൻ അദ്ദേഹത്തെ കൊണ്ട് കഴിയുന്നില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തെ നിങ്ങൾ കണ്ടോളൂ, ആ ഉസ്താദ് സംസാരിക്കുന്നത് ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞങ്ങളെ ವಹಾಬಿರೋ ವಿಡಿಯೋ ಬಂತು, ನಕ್ಕ ಕಿಟ್ಟುಮುತ್ತೆಲ್ಲ ಲೇಟ್ ಆಯ್ತು. ഏതായെങ്കും അൽഹംദുലില്ലാ അയാള് ഈ വീഡിയോ ಸ್ಟಾರ್ಟಿಂಗ್ ಚೊಲ್ಡ ഒരു ಪಳಕ ಉಂಟು. ഞങ്ങൾ മുസ്ലിയാർ ജണ്ടാമത്തെ ಬಟ್ಟ ನಂದು ವಿಡಿಯೋಗೂ ಆನ್ಸರ್ ಹಾಕೋದು ಮೊದಲು ಬಂದು ಈ ಬಟ್ಟ 7 മിനിറ്റും 55 സെക്കൻഡ് വീഡിയോ എത്തിക്കർ ഫസ്റ്റ് വീഡിയോ 6 മിനിറ്റിൽ അയാൾ ചൊന്നതിൽ എന്തും ഇല്ല ಅಂತ ನಾನು ಹಾಕಿയ വീഡിയോയിൽ എന്തും ഇല്ല ಅಂತ ನಾನು ಬೆರ್ದ ದಚ್ಚದ അല്ലല്ലേ? കാര്യമായിട്ട് എന്തും ഇല്ല. ഓ, കാര്യമായത് എന്തില്ല ಅಂತ നിങ്ങക്കേനി എന്തൊരു ചൊന്നെങ്കിൽ അത് കാര്യാവുള്ളേ? എന്താവുള്ളേ? പണ്ട് അബൂജഹലാക്കിയ അങ്ങനല്ലേ? ചന്ദ്രനെ 2 ഭാഗാക്കിയപ്പോ ഓനുക്ക് വ്യക്തായില്ലേ, ഓനുകിലെന്തു കാര്യമില്ലേ? അതേപോലെ IT ക്രീമൻസ് ചൊല്ലെ. അപ്പൊ എന്തെല്ലോ ഉണ്ട്, ഇയാളെ കുത്ര എന്തെല്ലോ ഉണ്ട്. അപ്പോ മാത്ര ഒരു കാര്യമായിട്ടൊന്നും ഇല്ലാണ്ട്. കാരണം എന്താ, ഇയാളും വിട്ട് ബാ അയാൾ 90 രൂപ ചൊന്നെങ്കിൽ ആ പാപ്പത്തെ വഹാബി മനുഷ്യന്മാർ പേരടിക്ക് വെക്കല ഇയാള്. അതൊക്കെ ഇയാള് പെട്ടെന്നൊരു ചേഞ്ചസ് എന്തും ഇല്ല ആയങ്ക കാര്യമായിട്ടൊന്നും ഇല്ലാണ്ട് അതിക്കട്ട്. ഇതാണ് സഹോദരന്മാർ, അവരെ ഉള്ളിലുള്ള തർക്കം എന്ന് പറഞ്ഞാൽ കെട്ടിപ്പൊക്കിയതിൻ്റെ വിഷയം മാത്രമാണ്. കെട്ടിപ്പൊക്കിയത് ഒരുപാട് തങ്ങന്മാർ ഇവിടെ ഉള്ളതാണ്, നിങ്ങൾക്കറിയാം, നമുക്കെല്ലാവർക്കും അറിയാം. ഈ കൂറാത്തങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബഹുമാനപ്പെട്ട ഉള്ളാളത്തങ്ങളുടെ മകനാണ്. കൂറാത്തങ്ങൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത് കൂറ എന്നുള്ള സ്ഥലത്ത് വെള്ളം മന്ത്രിച്ച് കൊടുത്ത് ഒരുപാട് ആൾക്കാർക്ക് സുഖമായി എന്നാണ് പറയാൻ കേൾക്കുന്നത്. ഞാൻ ഒരുപാട് പ്രാവശ്യം പോയിട്ടുണ്ട്.
ഞാനൊരു മനസ്സിൻ്റെ സമാധാനത്തിന് വേണ്ടി തങ്ങന്മാരെയും ഉസ്താദന്മാരെയും കാണാറുമുണ്ട്. ഞാനൊരു സലഫി ഇതുള്ള വാദമുള്ള ആളൊന്നുമല്ല. എങ്കിലും ഇവർ ചെയ്യുന്ന ഓരോ തിരക്ക് കൂട്ടിയ അവസ്ഥ കാണുമ്പോഴാണ് അത് വല്ലാത്തൊരു അവസ്ഥയാണ്. എത്രയും പെട്ടെന്ന് അവർ ആ ഖബറിനെ കെട്ടിപ്പൊക്കി. ഇപ്പോൾ കെട്ടിപ്പൊക്കിയില്ലെങ്കിൽ എത്ര ആളാണ് അതിൽ പട്ടിണിയാകുന്നത്? അതാണ് ചിന്തിക്കേണ്ടത്. അതുകൊണ്ട് പട്ടിണിയാകുക ആരെങ്കിലും ഇല്ല. ഇവിടെ ഉദ്യോഗമാണ്, ഇവിടെ ജോലിയാണ് ആവശ്യം. ജോലി ചെയ്ത് ജീവിക്കുന്നവരാണ് ആവശ്യം. അവിടെ വീഴുന്ന പണത്തിന് കാത്തു നിന്ന് അതിനെ എടുത്ത് അവിടെ അതിനെ കെട്ടിപ്പൊക്കാനും അതിൽ കളക്ഷൻ ചെയ്യാനും പിരിവ് നടത്താനും ഇതാണോ പണി? ഇതാണോ ഇന്നത്തെ കാലത്ത് പണി? അദ്ദേഹത്തിന് ബഹുമാനമുണ്ട്, അദ്ദേഹം നല്ല ആളാണ്, എല്ലാം ഓക്കെയാണ്. അവിടെ നമ്മൾ പോയി ഖബറിൻ്റെ അടുത്ത് പോയി സിയാറത്ത് ചെയ്യാം. അതുപോലെ നമുക്കും മരിക്കാനുണ്ടല്ലോ, അതിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി സിയാറത്ത് ചെയ്യാം എന്നല്ലാതെ അവിടെ വല്ലാത്ത ഒരു കാര്യം വെച്ച് അതിനെ ഇതുപോലെയുള്ള ആ കുട്ടി ഘോഷിക്കൽ ആവശ്യമില്ല എന്നാണ് സലഫികളും പറയുന്നത്. ഒരുപാട് സുന്നികളും ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. അതാണ് ഇവർക്ക് വലിയ തലവേദന. ആ സുന്നികൾക്ക് വേണ്ടി സുന്നത്ത് ജമാഅത്തിൽപ്പെട്ടവർ തന്നെ ഇത് എന്തിനാണ് ഇതെല്ലാം ഇങ്ങനെയെല്ലാം തിരക്ക് കൂട്ടി ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ അതിനെ പറയാൻ പിന്നെ ഒരു കുട്ടി മുസ്ലിയാറാണ് ഇറങ്ങിയത്. അതും കാണാം. ಇಂಡೋ ಇನ್ನೆಲೆಮ ഉണ്ടായങ്ങനത്തെ വിഷയമല്ല. എത്രയോ കാലത്തെ മുന്നോളു അവിടെ മഹാന്മാർ ശക്തമായിട്ട് അതുക്ക് പേനായ സാക്ഷിങ്ങ പുറാവങ്ങ എഴുതി വെച്ചിട്ട് ഇപ്പത്തെ ചില ജാഹിലിങ്ങ വന്നിട്ട് അത് ഇസ്ലാമിലില്ല, ഇത് ഇണ്ടത്തെ മൊയിലാക്കന്മാർ പൈസാക്കുക പേനായിട്ട് ആക്കിക്കൊണ്ടില്ല അങ്ങനത്തെ സൊറാണ്ട് ചൊന്നിട്ടു അങ്ങക്ക് പേനായ പോലെ ദീൻ്റെയും ഖുർആൻ്റെയും ഷറയുടെയും ചേഞ്ച് ആക്കിക്കൊണ്ടുള്ളവർ അതൊക്കെ ഈ പാവപ്പെട്ട സാധാരണ ലോകത്തിൽ ഒന്നാമത്തായിട്ട് ഇണ്ടും നിലനിൽക്കരങ്ങനത്തെ ഏറ്റവും വലിയ സിയാറത്ത് കേന്ദ്രമായിട്ട് ഇക്കട് ഹബീബന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജാറുല്ലെ മദീന. അവിടെ പരിശുദ്ധ ജാറത്തിൽ എത്രയോ ആൾമാർ ഉംറത്ത് പോയിട്ട് സിയാറത്ത് ആക്കിക്കൊണ്ട് വന്നുകൊണ്ടുള്ളവർ, എത്രയോ ആൾമാർ അതിരെ ബറക്കത്തെടുത്തുകൊണ്ടുള്ളവർ. ഇങ്ങനെ ചൊന്നുള്ളവർ ജാറ് പൊലിക്കണം അങ്ങനത്തെ ഒന്നും ഇസ്ലാമിൽ ഇല്ല. ഇതൊരു അനിസ്ലാമികമായിട്ടിക്കട് ഇണ്ടത്തെ സുന്നി ആലും ഇങ്ങനെ പുതിയതായിട്ട് ഉണ്ടാക്കിയതായിട്ടിക്കട് ഇങ്ങനെ വാദം ഇന്നേണ്ട് കണ്ടെങ്കിൽ ഫസ്റ്റ് ഇങ്ങ പൊലിക്കണായ ആരെ ജാറ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു തങ്ങളെ ജാറ ഇങ്ങനെ വാദനുസരിച്ച് ഇങ്ങനെ പൊലിക്കണിന്ത് അത് അങ്ങ് ഇതുവരെ അത് പൊലിക്കുക തീരിട്ടില്ല. ബുടറു നബി തങ്ങ ചൊന്നതുപോലെ ജീവിച്ച സ്വഹാബിത്തിക്കിട് സിദ്ദീഖ് തങ്ങ. ആ സിദ്ദീഖ് തങ്ങ ഈ മുസ്ലിയാരുടെ അവസ്ഥ വല്ലാത്ത അവസ്ഥയാണ്. ഈ കൂറാത്തങ്ങളുടെ പേരിൽ കൂറാത്തങ്ങളുടെ കറാമത്ത് പറയുന്ന ഈ അവസരത്തിൽ ഇദ്ദേഹം കുറച്ച് ചില്ലറ കാശുണ്ടാക്കാൻ വേണ്ടി വന്നിറങ്ങിയതാണ്. ഇദ്ദേഹത്തിന് തംബ്നെയിൽ നോക്കിയാലോ, അത് കന്നഡത്തിലാണ് എങ്കിലും കാണിക്കാം. തംബ്നെയിൽ എന്താണ്? കൂറാത്തങ്ങളുടെ ഖബറ് പൊളിക്കാൻ പറഞ്ഞു, പൊളിച്ച് അവിടെ തരിപ്പണമാക്കാനാണ് പറഞ്ഞത് എന്നാണ് അതിൻ്റെ തംബ്നെയിലിൻ്റെ അർത്ഥം. കന്നഡ അറിയുന്നവർക്ക് നല്ല പോലെ അറിയാം. എങ്കിലും അതിൻ്റെ അർത്ഥം ആ തംബ്നെയിലുണ്ടല്ലോ, അതിൻ്റെ അർത്ഥം കൂറാത്തങ്ങളുടെ ഖബറിനെ പൊക്കിയതായിരിക്കുന്ന ഖബറിനെ പൊടി ചെയ്യാം എന്ന് പറഞ്ഞാൽ തകർത്ത് കളയാം എന്ന് പറഞ്ഞതാണ് സലഫികൾ എന്നാണ്. അത്ര മനസ്സുള്ളവർ ഒന്നും അത്ര ഒരു കരുത്തുള്ളവരൊന്നുമല്ല സലഫികൾ. അത്ര ഒരു മനുഷ്യത്വം ഇല്ലാത്തവരുമല്ല സലഫികൾ. അവർ വാദം പണ്ടേ ഉള്ളതാണ്, ഇപ്പോഴും വാദിക്കുന്നു. നമുക്ക് ചിന്തിച്ച് നോക്കുമ്പോൾ തന്നെ ഇവരുടെ ആർഭാടം, ഇവരുടെ അവസ്ഥ, ഇവരുടെ തിക്കും തിരക്കും എല്ലാം നോക്കിയാൽ വല്ലാത്ത ഒരു അവസ്ഥ അവിടെ ഉണ്ടായതുപോലെയാണ്. പിന്നെ ഈ കുട്ടി മുസ്ലിയാർ ചോദിക്കുന്നത്, അവർ തകർക്കുമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഖ്ബറ തകർക്കേണ്ടതല്ലേ എന്നാണ് പറയുന്നത്. തീരെ ജാഹിൽ തരമുള്ള ഒരു മൈലാറാണ് ഈ കുട്ടി മുസ്ലിയാറുണ്ടല്ലോ. ഉള്ളും പോലും ഇദ്ദേഹത്തിന് അറിവില്ല എന്താണ് പറയേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെവിടെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബഹുമാനം എന്താണ്? ഈ ഉള്ള തങ്ങളുടെ ഈ കൂറാ തങ്ങളുടെ ബഹുമാനം ആദരവ് എവിടെയാണ്? ഇക്കാലത്തെ ഈ മൊബൈൽ കാലത്തല്ല, ഈ മൊബൈൽ പിടിച്ചവർ ആരും കെട്ടിപ്പൊക്കി ഔലിയാക്കാൻ തരപ്പെട്ടവർ ആരുമല്ല, ഒരു സാധാരണക്കാരുമല്ല, ഒരു ആലിമുമല്ല, തങ്ങളുമല്ല. ഈ മൊബൈലുള്ള കാലത്ത് ഈ മൊബൈലിൽ എന്തെങ്കിലും കാണുമല്ലോ, എല്ലാവരും കാണും. നല്ലൊരു പ്രസംഗം കാണും, മതപ്രഭാഷണം കാണുന്നത് എന്ന് വെച്ചാലും അതിൻ്റെ ഇടയ്ക്കാണ് ഒരു ഡ്രസ്സുമില്ലാത്ത ആൾക്കാരുടെ പരസ്യം വരുന്നത്. അരപര ഡ്രസ്സിട്ടതായിരിക്കുന്ന, ഡ്രസ്സില്ലാത്ത അത്ര നീചമായിരിക്കുന്ന പരസ്യമാണ് ചില സന്ദർഭത്തിൽ വരുന്നത്. എനിക്ക് വരുന്ന പരസ്യമല്ല, നിങ്ങൾക്ക് വരുന്നത് വ്യത്യസ്തമായ രീതിയിലുള്ള പരസ്യമാണ് വരുന്നത്. പിന്നെ ബാങ്കിൻ്റെത്, പലിശ ഇടപാടിൻ്റെത്, ഇതെല്ലാം പരസ്യം വരും.
കള്ളു കുടിക്കുന്നത് അത് പരസ്യം വരും. ഇതെല്ലാം കാണുന്ന ഇക്കാലത്ത് ജീവിക്കുന്ന മനുഷ്യരുണ്ടല്ലോ, അത് തങ്ങളായാലും എത്ര വലിയ ആളായാലും കെട്ടിപ്പൊക്കാൻ തരപ്പെട്ട ആൾക്കറിയല്ല ഇപ്പോഴത്തെ കാലത്ത്. പിന്നെ അവർ നല്ലതാണെങ്കിൽ അള്ളാഹു സ്വീകരിച്ച് അവരെ സലാമത്താക്കും എന്നല്ലാതെ വേറെ ഒരു കാര്യവുമില്ല. ദുനിയാവിൻ്റെ കാര്യത്തിൽ നമുക്ക് ആരും തീരുമാനിക്കാനായിട്ടില്ല. അതുപോലെയുള്ള സാധനമാണ് നമ്മുടെ കയ്യിലുള്ളത്, എല്ലാവരുടെ കയ്യിലുള്ളത് അതുപോലെയുള്ള സാധനമാണ്. ഭയങ്കര ഡേഞ്ചറുള്ള സാധനമാണ്. നോക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിലും അതിന് നോക്കി പോകുന്ന അവസ്ഥയാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. ഒരു പ്രഭാഷണം കേൾക്കുമ്പോഴോ, ഒരു ഉസ്താദിൻ്റെ ഒരു സ്പീച്ച് കേൾക്കുമ്പോഴോ, ഒരു സലാത്ത് കേൾക്കുമ്പോഴോ അതിൻ്റെ ഇടയ്ക്ക് പരസ്യം വരും. അതിൽ കാണാൻ കൊള്ളാത്തതായിരിക്കുന്ന പരസ്യങ്ങളാണ് വരുന്നത്. അതിനെ പെട്ടെന്ന് ഇതിനെ കാണരുത്, എനിക്ക് നോക്കരുത് എന്ന് അതിനെ ബന്ദ് ചെയ്ത് ഓഫ് ചെയ്ത് വെക്കുന്ന എത്ര നല്ല ആൾക്കാർ ഇവിടെ ഉണ്ടോ? ഉണ്ടാകും. ഒരു 5% ആൾക്കാർ പണ്ടത്തെ പഴയ ഒരു വിളിക്കാൻ മാത്രം മതി, മൊബൈൽ യൂസാക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കാൻ വേണ്ടി മാത്രം മതി എന്ന് വെച്ച് ഇരിക്കുന്ന സമാധാനത്തോടു കൂടി വാട്സപ്പും മറ്റേ വല്ലതും ഉപയോഗിക്കാതെ ഉസ്താദന്മാർ ഉണ്ടെങ്കിൽ ഒരു 5% മൊത്തത്തിൽ ഉണ്ടാകും എന്ന് മാത്രമേ പറയാമല്ലാതെ വാട്സപ്പും അതുപോലെ ഇപ്പോഴത്തെ വലിയ മൊബൈൽ യൂസാക്കുന്നവർ ആരും ഔലിയത്തരത്തിലേക്ക് എത്താനായിട്ടില്ല. ഔലിയാക്കന്മാരെ മാത്രമാണ് കെട്ടിപ്പൊക്കേണ്ടതും, അതും ആവശ്യമില്ല. ആരും ഔലിയ എന്ന് ഇവിടെ വിളിച്ചു പറയാനില്ല. ഔലിയ എന്ന് പറയുന്നത് അള്ളാഹുവിന് മാത്രമാണ് അറിയുന്നത്. പടച്ചോന് മാത്രമല്ല സഹോദരന്മാർ അറിയുന്നത്. പടച്ചോ ഇഷ്ടപ്പെട്ടവരല്ലേ ഔലിയാക്കൾ. നമ്മൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടും, അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടണം. അത് രണ്ടും കൂട്ടിച്ചേർത്താലാണ് അവിടെ ഔലിയ എന്ന് വരുന്നത്. ഔലിയ എന്നുള്ള സൂചന ഔലിയ ആയ ആൾക്ക്, ഔലിയത്തരം കിട്ടിയതാ വലിയ എന്ന് വിളിക്കുന്ന ആൾക്ക് ഔലിയ എന്ന് അറിഞ്ഞാൽ അദ്ദേഹം അതിനെ പരസ്യപ്പെടുത്തുകയില്ല. പിന്നെ എന്തിനാ നമ്മളെല്ലാവരും കൂടി ഔലിയാക്കണം? ആവശ്യമേ ഇല്ല. ഇപ്പോഴത്തെ ഈ കാലത്ത്, ഈ മൊബൈലുള്ള കാലത്തുണ്ടല്ലോ, ആര് എന്ത് എന്നെ പറഞ്ഞാലും അതൊന്നും സാരമില്ല, അതൊന്നും കണക്കിലെടുക്കാതെ ഈ മൊബൈലുള്ള കാലത്ത് എത്ര വലിയ ആലിമാണെങ്കിലും എത്ര വലിയ പണ്ഡിതരാണെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ, ആരെയും ഔലിയ എന്ന് വിളിച്ച് ഔലിയ എന്ന് അവരെ ബഹുമാനിച്ച് അവരെ കെട്ടിപ്പൊക്കി പിന്നെ ആരാധിക്കേണ്ട ആവശ്യമേ ഇല്ല. പിന്നെ അവിടെ പണം ഇടേണ്ട ആവശ്യമേ ഇല്ല. ഈ പണം ഇടാൻ വേണ്ടി മാത്രമാണ് ഇത് ചെയ്യുന്നത്. പിന്നെ ഒന്ന് ഞാൻ പറയട്ടെ, അവിടെ പണമൊന്നും ഇടാനേ പാടില്ല. അത് പണം ഇട്ടാൽ വല്ലാത്തൊരു കേസ് വരുമെന്നുള്ള എന്തെങ്കിലും റൂൾസ് ഉണ്ടായാൽ നമ്മുടെ ഇന്ത്യത്ത് ഉണ്ടാകാനും സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടായാൽ ആർക്കും ബഹുമാനവുമില്ല, ആരും കെട്ടിപ്പൊക്കാനും വരില്ല. മരണപ്പെട്ട തന്നെ അവർ അടക്കും. ഇത് നമ്മുടെ കൂറതങ്ങൾ മരണപ്പെട്ടത് കേരളത്തിലാണെങ്കിൽ ഉള്ളാളത്ത് കൊടുന്ന് അവിടെ സിയാറത്ത് എല്ലാവരും ചെയ്ത് കണ്ട് മയ്യത്തിനെ കണ്ട് അതിന് ശേഷം കൂറത്ത് കൊടുന്നിട്ട് അടക്കിയതാണ്. ഇതെല്ലാം ആരും എവിടെയും കൊണ്ടുപോകാനും സാധ്യതയില്ല എന്നാണ് അതിനെ ആരും പ്രോത്സാഹിപ്പിക്കുകയില്ല. പണം ഇല്ല എന്ന് പറഞ്ഞാൽ ആരുടെ പോക്കറ്റിലേക്കും കാശ് വീഴാൻ പാടില്ല, കാശ് കൊടുക്കാൻ പാടില്ല എന്നുള്ള നിഷേധം വന്നാൽ ഇവിടെ ഉറപ്പായും ആരും ബഹുമാനിക്കപ്പെടുകയില്ല. മനസ്സിലാക്കണം, നല്ലപോലെ മനസ്സിലാക്കണം. ഇത് അവിടെ ഉള്ളതായിരിക്കുന്ന ഈ പിരിവുണ്ടല്ലോ, അതിന് വേണ്ടി മാത്രമാണ്. ആ പിരിവ് കൊണ്ട് നമ്മളാണ് ഇമ്പ്രൂവ്മെൻറ്റ്, അത് ദീന് ഇമ്പ്രൂവ് ചെയ്യാൻ അത് തന്നെ വേണമെന്ന് വാശി പിടിക്കുന്നത് ഇല്ല. എല്ലാവരും കൊടുത്താണ് ഇത്രയെല്ലാം ചെയ്തത്. മഖ്ബറ കെട്ടിവെക്കി അവിടുത്തെ കാശിലല്ല. അവിടുത്തെ കാശ് ഒരുപാട് അവിടെ ഉള്ളാളത്ത് എണ്ണാൻ ആളില്ലാത്ത ഒരുപാട് പണമാണ് അവിടെ വീഴുന്നത്. അത് എവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നു, അല്ലാഹു അഅലം. അതാണ് പാവങ്ങൾക്ക് എന്തെങ്കിലും സഹായം കിട്ടുന്നു ആരെങ്കിലും കേട്ട് പാവങ്ങൾ പെണ്ണിനെ കെട്ടിക്കാനോ അതല്ലെങ്കിൽ വല്ലാത്ത കഷ്ടത്തിലാണ് ബുദ്ധിമുട്ടിലാണ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരുപാട് ക്യൂ നിർത്തി ഒരു 500 രൂപയാണ് കൊടുക്കുന്നത്. ഇതാണ് അതുകൊണ്ട് കിട്ടുന്ന സഹായം. കാശ് ജനങ്ങൾക്ക് ഉപയോഗിക്കണം, അതെങ്കിലും ചെയ്യണം. അവിടെ കോളേജ് കിട്ടും, എല്ലാം ഉണ്ടെങ്കിലും പിരിച്ച പണം ഖബർ സിയാറത്ത് ചെയ്ത് എടുത്ത കാശ് ആവശ്യമേ ഇല്ല. അതിനുള്ള തക്കതായ പണക്കാരും അതിന് തക്കതായ രാഷ്ട്രീയവുമുണ്ട്. അതുപോലെയുള്ള പുരോഗമനവും അതുപോലെ ദർസോ മദ്രസയോ അതല്ലെങ്കിൽ ഇതെല്ലാം കോളേജുകളെ കെട്ടാനും എല്ലാവരും സഹായിക്കുന്ന നല്ല സന്മനസ്സുള്ളവരാണ് ഈ ഭാഗത്തുള്ളത്, മംഗലാപുരം ഭാഗത്തും അതുപോലെ കേരളത്തിലും. സംസാരിച്ചത് വളരെ നീണ്ടുപോയി. ഇൻഷാ അല്ലാഹ് അടുത്ത് സംസാരിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.